ഞാൻ സെഗ്മെന്റുകൾ തുടങ്ങുകയാണ്. നമ്മുടെ ഹലോ മലയാളത്തിന്റെ തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ക്യാമ്പസ് മാസിലേക്കാണ്. വേനൽ ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുമ്പോൾ വിധി നിശ്ചയിക്കാൻ പുതുതലമുറയും ഒരുങ്ങിക്കഴിഞ്ഞു. ഭരണ തുടർച്ചയാണോ ഭരണമാറ്റമാണോ എന്നുള്ളതാണ് ചോദ്യം. ജനവിധിയിൽ നിർണായക പങ്ക് വഹിക്കുന്ന യുവാക്കൾ മനസ്സ് തുറക്കുകയാണ്. ഇന്ന് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് ക്യാമ്പസ് മാസ്. കേരളമാകെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ചായക്കടകൾ മുതൽ ചർച്ചാവേദികൾ വരെ ഇപ്പോൾ സജീവമായി രാഷ്ട്രീയം ചർച്ചയാവുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് കോഴിക്കോട്ടെ മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ് എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ക്യാമ്പസ് മാസ് ഇവിടെയാണ്. വരും തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കാനാണ് സാധ്യത? വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കാൻ സാധ്യത. ഒന്നാമത്തെ കഴിഞ്ഞ മണ്ഡല നിർണയത്തിൽ 40 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ട്. പിന്നെ കോൺഗ്രസിന് ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് കളിച്ചും അതുപോലെ തന്നെ ലീഗിന് കൊടുത്ത സീറ്റിൽ കോൺഗ്രസ് വിമതം നടത്തിയും അങ്ങനെ പല സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് വന്നത്. വരും തെരഞ്ഞെടുപ്പിൽ UDFന്റെ സർക്കാർ എന്തായാലും അധികാരത്തിലേറും. കാരണം ജനങ്ങളെല്ലാം കാണുന്നതാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തോളം അതായത് അഴിമതികളും അല്ലെങ്കിൽ തട്ടിപ്പുകളൊക്കെ ആയിട്ട് കരുവന്നൂർ സാറിന്റെ ബാങ്കിലെ തട്ടിപ്പടക്കം, ഇന്നിപ്പോ ഈ പറയുന്ന PP കിറ്റിൽ വരെ തട്ടിപ്പ്, ദുരിതാശ്വാസ നിധിയിലെ തട്ടിപ്പ്, ഇതെല്ലാം ജനങ്ങൾ കാണേണ്ടതാണ്. ഈ അടുത്ത കാലത്തായി നിങ്ങൾ കണ്ട ഒരു പേഷ്യന്റ് വയറിനുള്ളിൽ സർജറി ചെയ്ത് ഗവൺമെന്റ് ആശുപത്രിയിൽ സർജറി ചെയ്ത് കത്രിക വരെ ബാക്കി വെക്കുക. അത്രത്തോളം സാഹചര്യത്തിലേക്ക് ഈ സർക്കാർ പോകുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ആ സർക്കാരിനെ വിലയിരുത്തിയിട്ടുണ്ട്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ഇടതുപക്ഷത്തെ ജനങ്ങൾ തൂത്തെറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യമന്ത്രി ആണെന്ന് പറയുന്നതിൽ എനിക്ക് വ്യക്തിപരമായി VD സതീശനോട് വലിയ താല്പര്യമില്ല. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആവാനുള്ള പ്രൊഡക്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. BJPക്ക് അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സാഹചര്യം എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു, ഇത്രയേ ഉള്ളൂ. ഒരിക്കലും ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കോഴിക്കോട് PV അൻവറായിട്ടാണ് റിയാസ് മിസ്റ്ററുടെ മത്സരം. എങ്ങനെ ഉണ്ടാവും? ആ മത്സരം എങ്ങനെ ഉണ്ടായിരിക്കും പ്രതീക്ഷിക്കുന്നത്? കാരണം എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ ഒരു സ്റ്റാർ മണ്ഡലമായിട്ടൊക്കെ കാണുന്ന ഒരു ഇതാണ്. അതെ, മത്സരം എളുപ്പമാണെന്ന് ഞാൻ പറയില്ല. നല്ല ടൈറ്റ് ആയിരിക്കും മത്സരം. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അത് റിയാസ് ഖാൻ തൂക്കാനാണ് സാധ്യത. കാരണം റിയാസ് ഖാൻ തന്നെ തൂക്കും, സാധ്യത ഞാൻ പറയില്ല. കാരണം അതിനുള്ളതൊക്കെ മുപ്പരോട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കാം. UDF ഭരണത്തിൽ വന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അത് അവർ തന്നെ തമ്മിൽ തല്ലി തീർക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പം ചെന്നിത്തല ഒരു ഭാഗത്തുണ്ട്, മറ്റു VD ഉണ്ട്. ഇനിയിപ്പോൾ ആരൊക്കെയാണ് വരാമെന്നറിയില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ആര് വിജയിക്കുന്നെന്ന് തോന്നുന്നു എന്തുകൊണ്ടാണ് LDFന് സാധ്യത പറയുന്നത്? 2 വർഷമായിട്ട് 2 ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ LDF ആണല്ലോ ജയിച്ചത്. അപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ആ ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ പിന്നെ വന്നപ്പോൾ അത്രയും നല്ല കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ട് തന്നെയാണല്ലോ അവർ പിന്നെ വന്നത്. അതുപോലെ തന്നെ ഒരു 3.0 ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആര് ഭരണത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? എനിക്ക് പേഴ്സണലി ആഗ്രഹം കോൺഗ്രസ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇത്രയും കാലം 10 കൊല്ലമായിട്ട് ഇപ്പോൾ LDF ആണല്ലോ ഭരിക്കണത്. അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ് വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഏറ്റവും ഇഷ്ടപ്പെട്ട മന്ത്രി ആരായിരുന്നു? കുറച്ചുകൂടെ മുഹമ്മദ് റിയാസിനാണ് കുറച്ചുകൂടെ ഇഷ്ടം. എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെ ഇഷ്ടപ്പെടുന്നത്? ഒന്നാമത് പ്രാദേശികമായിട്ട് കോഴിക്കോടുള്ള ഒരു അദ്ദേഹമാണ്. അതായത് ഞങ്ങൾ ഒരു ഇതെല്ലാ പരിപാടിക്കും അദ്ദേഹം കോഴിക്കോട് നിന്ന് വരാറുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കുറച്ചും കൂടി ഡെവലപ്മെന്റ് ആയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായത്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എങ്ങനെ നോക്കി കാണുന്നു? നന്നായിട്ട് കാണുന്നു. കാരണം ഇപ്പോൾ റോഡ്, റേഷൻ കിട്ടി, അതൊക്കെ അത്യാവശ്യം നല്ല ഭരണമായിട്ട് തന്നെ കാണുന്നത്. ഞാനൊക്കെ അബ്ദുറബിൻ്റെ കാലത്താണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഫുഡിൻ്റെ കാര്യത്തിലും. ഞങ്ങളെ സ്കൂളിൽ തന്നെ പുഴുവിനെ കണ്ടു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ നല്ല അടിപൊളിയായിട്ടല്ലേ പഠിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഭരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിലവിൽ തുടർഭരണം ഉണ്ടാവുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അത് തുടർഭരണം ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി ബാക്കിയെല്ലാം ജനങ്ങളുടെ കയ്യിലല്ലേ. വ്യക്തമായൊരു രാഷ്ട്രീയ ബോധ്യവും വികസനത്തെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടുമുള്ളവരാണ് ഇപ്പോഴത്തെ യുവതലമുറ. എന്തായാലും ഇവരുടെ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ MN നിതീഷിനൊപ്പം M മുബാറക്, ന്യൂസ് മലയാളം.